ഹലോ, ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഒരുപാട് പേർക്ക് അറിയാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണിത്. എന്താണെന്നറിയോ? ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്നത് ഗാംബ്ലിംഗ് ആണോ എന്നുള്ളതാണ് ഡൗട്ട്. ഇത് ചോദിച്ചത് എൻ്റെ ഒരു കസ്റ്റമർ ഫ്രണ്ടാണ്. അദ്ദേഹം ട്രേഡറും കൂടിയാണ്. അപ്പം ട്രേഡ് ചെയ്യുമ്പോൾ ഇൻട്രാഡേ ആണ് കൂടുതൽ ചെയ്യുന്നത്. ഇൻട്രാഡേ ചെയ്യുമ്പോൾ അത് ഗാംബ്ലിംഗ് ആണ്, തെറ്റാണെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ പറയാൻ തുടങ്ങി. അപ്പോഴാണ് എന്നോട് ചോദിച്ചത്, അത് എന്താണ് ആക്ച്വലി, ഗാംബ്ലിംഗ് ആണോ, അത് ചെയ്യുന്നത് തെറ്റല്ലേ, അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, എൻ്റെ മനസ്സിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അത് വേറൊന്നുമല്ല, നമ്മളുടെ ട്രേഡ്, ഇൻട്രാഡേ ട്രേഡോ എന്ത് ട്രേഡാണെങ്കിലും അത് ഗാംബ്ലിംഗ് ആവുന്നത് എപ്പോഴാണെന്നാണ് പറയാൻ പോകുന്നത്. ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾക്ക് പ്രത്യേകിച്ചൊരു എന്താ പറയുക, ടെക്നിക്കൽ അനാലിസിസോ അല്ലെങ്കിൽ ഒന്നും ഒരു പ്രത്യേകിച്ചൊരു കണക്കോ കാര്യങ്ങളോ ഇല്ലാതെ ബ്ലൈൻഡായിട്ട് എടുക്കുന്ന ട്രേഡുകൾ എല്ലാം ഗാംബ്ലിംഗ് ആണ്. അല്ലെങ്കിൽ സ്റ്റോക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ചിലപ്പോൾ കയറി പോകുന്നത്, അങ്ങനെ തോന്നി ട്രേഡ് എടുക്കുന്നവർ, അതായത് പ്രത്യേകിച്ച് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്നില്ല, വെറുതെ തോന്നലാണ്. ചിലപ്പോൾ ചില സ്റ്റോക്കുകൾ നന്നായിട്ട് കയറി പോകുമ്പോൾ ഇതിപ്പോൾ എടുത്താൽ നന്നായിരിക്കും, ബസ് വിട്ടുപോയെന്നൊരു ഫീലില്ലേ, ആ ഫീല് വരും നമുക്ക്. അതായത് ഇപ്പോൾ ലുലുവിലൊക്കെ ഡിസ്കൗണ്ട് ഓഫർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചാടി കയറി പോവില്ലേ? അതിൻ്റെ കാര്യം എന്താ? എനിക്കെങ്ങാനും കിട്ടാണ്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ? അതുപോലെ തന്നെ ഇപ്പോൾ ബസ് സീറ്റൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ബസ്സിൽ നമ്മൾ കയറാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു കാര്യം എന്താണ്? ബസ് വന്ന് നിർത്തുമ്പോഴേക്കും നമ്മൾ ഇടിച്ച് കയറും. സീറ്റൊക്കെ ഉണ്ടാവും, പക്ഷേ ഇടിച്ച് കയറും. അത് ട്രെയിനിലും എല്ലായിടത്തും അങ്ങനെ സീറ്റൊക്കെ ഉണ്ടാവും, പക്ഷേ ഇടിച്ച് കയറുവാണത്. കാരണം എനിക്കെങ്ങാനും കിട്ടാണ്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ആ ഒരു ഫീലാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്സ് കയറി പോകുമ്പോൾ വേഗം ചാടി കയറി എടുക്കുവാണ്. പ്രത്യേകിച്ച് ഒരു കാൽക്കുലേഷൻസോ ഒന്നുമില്ല. അതിന് ഗാംബ്ലിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ല, ഒരു തരത്തിലുള്ള കാൽക്കുലേഷൻസും ഇല്ല, ചാർട്ട് അനാലിസിസ് ഇല്ല. അതൊക്കെയാണ് എന്ത് ഗാംബ്ലിംഗ് എന്ന് പറയുന്നത്. അതായത് കിട്ടി പോയാൽ പോയി അല്ലേ? വാങ്ങിച്ച് നോക്കാം, കിട്ടിയാൽ നല്ല പ്രോഫിറ്റ് കിട്ടും, അല്ലെങ്കിൽ ലോസിലേക്ക് പോകും. അത് 50-50 ചാൻസ്, പ്രോബിലിറ്റി അവിടെ 50-50 ഉള്ളൂ അല്ലേ? പക്ഷേ നമ്മൾ പഠിച്ച് ട്രേഡ് എടുക്കുമ്പോൾ, അതായത് ടെക്നിക്കൽ അനാലിസിസ് ചെയ്തിട്ട് ലെവൽസ് മനസ്സിലാക്കി ഒരു ട്രേഡ് സെറ്റപ്പ് റെഡിയാക്കി എൻട്രി എവിടെ വെക്കണം, സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കണം, ടാർഗറ്റ് എവിടെ വെക്കണം എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് സ്പെക്കുലേഷനാണ്, അത് ഗാംബ്ലിംഗ് അല്ല. അതിന് പറയുന്ന പേരാണ് സ്പെക്കുലേഷൻ. സ്പെക്കുലേഷൻ ചെയ്യാം, ഓത്തറൈസ്ഡ് ആണ്. സ്പെക്കുലേഷൻ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്, അതിൽ തെറ്റൊന്നുമില്ല. കാരണം എന്താണ്? ഇത് കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്നുള്ളൂ. മനസ്സിലായോ? പ്രോഫിറ്റ് എത്ര കിട്ടും, ലോസ് എത്ര വരും, ഇതെല്ലാം കാൽക്കുലേറ്റഡ് ആണ്. പിന്നെ പാനിക്കിൻ്റെ ആവശ്യമേ ഇല്ല. ഇൻട്രാഡേ ട്രേഡറാണോ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു കാര്യം സെറ്റ് എന്ന് പറയും. സെറ്റ് എന്ന് പറഞ്ഞാൽ എസ് സ്റ്റോപ്പ് ലോസ്, ഇ എൻട്രി, ടി ടാർഗറ്റ്. ഇത് മൂന്നും ഒരു ട്രെയിൻ സെറ്റപ്പിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. താഴേക്ക് പോയി കഴിഞ്ഞാൽ എത്രത്തോളം റിസ്ക് എടുക്കാൻ പറ്റുന്നുള്ള കാൽക്കുലേഷൻ, മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എപ്പോൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം എന്നുള്ള കാൽക്കുലേഷൻ, ഇത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റണം നമുക്ക്. പിന്നെ ചിലർ പറയും സ്റ്റോപ്പ് ലോസ് വെക്കേണ്ട കാര്യം എന്താ? കാരണം നമ്മൾ നന്നായിട്ട് സ്റ്റോക്ക് സെലക്ഷൻ ചെയ്തിട്ടാണല്ലോ പിന്നെ ബൈ ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്റ്റോക്കാണല്ലോ ബൈ ചെയ്യുന്നത്, കയറിപ്പോകാൻ സാധ്യതയുള്ള സ്റ്റോക്കാണല്ലോ ബൈ ചെയ്യുന്നത്, പിന്നെ എന്തിനാണ് സ്റ്റോപ്പ് ലോസ് വെക്കണേ? എന്നാൽ പിന്നെ പഠിക്കാണ്ട് ചെയ്താൽ പോരെ എന്ന് പറയും. ഒന്ന് ആലോചിച്ച് നോക്കി, നെക്സ്റ്റ് മൂമെൻറ്റിൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. നമ്മൾ ഈ പ്രോബബിലിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ടുള്ള ട്രേഡുകൾ എടുക്കാൻ പറ്റുള്ളൂ. മാക്സിമം പ്രോബബിലിറ്റി കൂട്ടാനേ പറ്റുള്ളൂ. ഡി ആൻഡ് സപ്ലൈ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ? ഡിമാൻഡ് ആൻഡ് സപ്ലൈ എക്കണോമിക്സിൽ ആ സംഭവമാണ് ഈ ട്രേഡിങ്ങിൽ വർക്ക് ചെയ്യണേ. ഡിമാൻഡ് കൂടുമ്പോൾ എന്താണ്? പ്രൈസ് കൂടും അല്ലേ? സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് കുറയും. ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത് പഠിക്കാൻ വേണ്ടിയാണ് ടെക്നിക്കൽ അനാലിസിസ് ടൂൾസ് ഒക്കെ ഉള്ളത്. മനസ്സിലായോ? പിന്നെ പലതരത്തിലുള്ള ഓവർ ബോട്ടും ഓവർ സോൾഡും ഇതൊക്കെ മനസ്സിലാക്കാം, പാറ്റേൺസ് വെച്ചിട്ട് അതിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാക്കാം. ഇതൊക്കെയാണ് ആക്ച്വൽ ടെക്നിക്കൽ അനാലിസിസ് സംഭവിക്കുന്നത്. ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 50-50യിൽ നിന്ന് 60-ഓ 70-ഓ 80-ഓ 90% ആക്കാം. 100% അപ്പോഴും പറയാൻ പറ്റത്തില്ല. കൃത്യമായിട്ട് നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സ്പെർട്ടിനും കഴിയില്ല, 100% കഴിയില്ല. പ്രോബബിലിറ്റി കൂട്ടാം, പക്ഷേ എങ്ങനെ? 50% എന്നുള്ളത് ഈ ടെക്നിക്കൽ അനാലിസിസിലൂടെ നമുക്ക് 70-ഓ 80-ഓ 90%ഓ 99%ഓ സക്സസ് ആക്കാം. എന്നാലും എല്ലാ ട്രേഡും സക്സസ് ആവാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താ? എല്ലാവരും യുണിക്കാണല്ലേ. ഞാൻ ബൈ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ വേറൊരാളവിടെ സെല് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ? നമ്മൾ റീറ്റെയിലേഴ്സ് ബൈ ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സെല് ചെയ്താൽ മതി. നമ്മൾ ഈ ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ എടുത്ത് കറക്റ്റായിട്ട് ഈ എൻട്രിയൊക്കെ എടുത്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വന്ന് ആ സ്റ്റോക്ക് സെല് ചെയ്താൽ മതി. നമ്മളുടെ ഈ സ്റ്റോക്ക് താഴെ പോകാനായിട്ട് ഇല്ലേ, പ്രൈസ് താഴെ പോകാനായിട്ട് നമുക്ക് ലോസ് ആകും.
അത് തടയിടാൻ വേണ്ടിയാണ് സ്റ്റോപ്പ് ലോസ് ഉള്ളത്. അങ്ങനെ ലോസിലേക്ക് പോവുകയാണെങ്കിൽ ആ മിനിമം ലോസ് എടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം. കാരണം പ്രോഫിറ്റ് മാക്സിമൈസും ചെയ്യണം. ഇതാണ് ട്രേഡിങ്ങിൻ്റെ തിയറി. എൻ്റെ അടുത്ത് പഠിച്ചിട്ടുള്ള എല്ലാ ട്രെയിനീസും ട്രേഡ് എടുക്കുമ്പോൾ എല്ലാം പ്രോഫിറ്റബിൾ ആകുന്നു എന്നുണ്ടെങ്കിൽ നാളെ മുതൽ മാർക്കറ്റ് ഇല്ലാന്നേ. മാർക്കറ്റിൻ്റെ ബ്യൂട്ടി തന്നെ അതാണ്. നെക്സ്റ്റ് മൂവ്മെൻറ്റ് എന്താണെന്നുള്ളതല്ല ഞാനിവിടെ പഠിപ്പിക്കുന്നത്. മാക്സിമം പ്രോബിലിറ്റി കൂട്ടാനുള്ള ടെക്നിക്കൽ അനാലിസിസാണ് പഠിപ്പിക്കുന്നത്. ചാർട്ട് വെച്ചിട്ട് എങ്ങനെ ട്രേഡ് എടുക്കാം അതാണ് പഠിപ്പിക്കുന്നത്. അത് സ്പെക്കുലേഷനാണ്, അത് ഗാംബ്ലിംഗ് അല്ല ഒരിക്കലും. അപ്പോൾ ഗാംബ്ലിംഗ് ചെയ്യുന്നതാണ് തെറ്റ്, സ്പെക്കുലേഷൻ ചെയ്തത് തെറ്റല്ല. ക്ലിയറായി വിചാരിക്കുന്നു. ഈ ഡൗട്ട് ക്ലാരിഫൈ ചെയ്തു എന്ന് കരുതുന്നു. ഇതേപോലെ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻസ് നിങ്ങൾക്ക് ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടോ ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടോ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുക, അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് വാട്സപ്പ് ചെയ്യുകയോ ചെയ്യുക. ഞാനിത് റിവേർട്ട് ചെയ്തോളാം. ചിലപ്പോൾ ഇത്ര ഡിലേ ആകുന്നതേ ഉള്ളൂ, പക്ഷേ റിവേർട്ട് ചെയ്തോളാം. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത്. ഇനി എനിക്ക് പറയുമ്പോൾ ഗാംബ്ലിംഗ് ചെയ്യരുത്. ഇപ്പം എനിക്ക് അങ്ങനെ പറയാമല്ലോ, നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്നല്ലേ. ഗാംബ്ലിംഗ് ചെയ്യരുത്, സ്പെക്കുലേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ട്രേഡേഴ്സ് എസ്പെഷ്യലി, ഡേ ട്രേഡേഴ്സ് മാത്രമല്ല, ട്രേഡേഴ്സ് എസ്പെഷ്യലി. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് ജേണി. അപ്പം നല്ല രീതിയിൽ എല്ലാവരും സ്പെക്കുലേഷൻ, അതായത് കറക്റ്റായിട്ട് ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ പഠിച്ചിട്ട് ട്രേഡ് എടുക്കുക. അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് പറ്റും. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.